ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും കൊച്ചടുക്കളയിലാണ്. വൈകുന്നേരം സമയം തന്നെയാണ്. രാത്രിത്തേക്കുള്ള കറി മേക്കുകയാണ്. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ചപ്പാത്തിക്ക് ഇനിയും കറികൾ പോരട്ടെ എന്ന്. അപ്പോൾ ഇതെല്ലാവരുടെയും ഒരു ആവശ്യമാണല്ലോ. എന്നും ഒരേ കറി പറ്റില്ല. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് പൊട്ടറ്റോ കറി ഉണ്ടാവും, ടൊമാറ്റോ കറി ഉണ്ടാവും, ഗ്രീൻ പീസ് കറി ഉണ്ടാവും, മുട്ടക്കറി ഉണ്ടാവും, അറിയാമല്ലോ. ഇങ്ങനെ പൊട്ടറ്റോ സ്റ്റ്യൂ, കുറുമ, അങ്ങനെ കുറച്ച് വെജിറ്റബിൾ കുറുമ, പിന്നെ ഉണ്ട് പനീർ ബട്ടർ മസാല, പനീർ കുറുമ. നമ്മൾ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ മിക്സ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. എങ്കിലും നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും വെറൈറ്റീസ് വരും. ഇവിടെ അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാര്യം ഞാൻ വെറൈറ്റീസൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വെറൈറ്റീസ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് അത് സക്സസ്ഫുൾ ആകുമ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് തൊട്ടേ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് പാലക്ക് വെച്ചിട്ടാണ്. അപ്പോൾ പാലക്ക് എന്ന് പറഞ്ഞാൽ പാലക്ക് പനീറുണ്ട്, പല രീതിയിൽ കോൺ പാലക്കുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോണത് ദാൽ പാലക്ക് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഗ്രീൻ ഗ്രാം പാലക്ക്, ഓക്കെ, അങ്ങനെ തന്നെ പറയാം. ദാൽ പാലക്ക് അല്ലെങ്കിൽ തന്നെ ഉണ്ട്, അത് നമ്മൾ ദാലിൻ്റെ കൂടെ ചെയ്യുന്നത്. ഇത് ഗ്രീൻ ഗ്രാം പാലക്കാണ്. ഗ്രീൻ ഗ്രാം എന്ന് പറയുമ്പോൾ ടോട്ടലി ഒരു ഗ്രീൻ തീമാണ്. ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപയറും പാലക്കും രണ്ടും പച്ച കളറാണ്. അത് വെച്ചിട്ടുള്ളൊരു കറി, ഓക്കെ. അതിൽ നോക്കിക്കോളൂ. ഇത് എളുപ്പ പരിപാടി എന്ന് പറഞ്ഞാൽ പയർ ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് കുറച്ച് കൂടി വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചു. ഒരു 2-3 മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം. കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പേസ്റ്റായിട്ട് നല്ല കുഴഞ്ഞ് വരുന്ന രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, മഞ്ഞളൊന്നും ചേർത്തില്ല, കണ്ടോളൂ. പിന്നെ ഉള്ളത് പാലക്കാണ്. പാലക്ക് ഞാൻ മേടിച്ചിരുന്നു. അതിങ്ങനെ നല്ല ടെൻഡർ പാലക്ക് തന്നെ കിട്ടി. ഒരു ബണ്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ പാലക്കിൻ്റെ ഇലകൾ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കും. ബ്ലാഞ്ചിങ് വാട്ടിയെടുത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കും മിക്സിയിലിട്ട്. ഇനി അങ്ങനെയല്ല, അരിഞ്ഞ് ചേർക്കണമെന്നുണ്ടെങ്കിലും ആകാം. വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കത് കുറച്ചുകൂടി ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരച്ച് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ 2 സവാള മീഡിയം സൈസ് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരു 3 എണ്ണം. ഓക്കെ, ഇപ്പോൾ വെള്ളം തിളയ്ക്കാറായി. നമുക്കിനി ബ്ലാൻഡ് ചെയ്തെടുക്കാം ആദ്യം. ദിസ് ഇസ് അവർ ബ്യൂട്ടിഫുൾ പാലക്ക്. പിന്നെ ലൈറ്റ് ഗ്രീനാണേ. പിന്നെ ഇത് നമ്മുടെ പയർ വേവിച്ചത്. ഇത് കൈ കൊണ്ട്, ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് തവി കൊണ്ട് പ്രസ് ചെയ്താൽ തന്നെ നല്ല കുഴഞ്ഞു വരും. ഇത് 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് 2ആയിട്ട് മുറിച്ചിട്ട്, പിന്നെ കുറുകെ നെടുകെ അങ്ങനെ. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് വിത്ത് സ്കിൻ. ഇനി നല്ല ജീരകം ചേർക്കും, അങ്ങനത്തെ കാര്യമാണ്. വെള്ളം ഓൾമോസ്റ്റ് റെഡി. ഇതിൻ്റെ കളറ് മാറാതെ നമ്മളൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. വാട്ടിയെടുക്കാമെന്ന് പറയില്ലേ, ജസ്റ്റ് 2-3 മിനിറ്റ് മതി. ഒരു 5 മിനിറ്റ്സ് ഒന്നും വേണ്ടി വരില്ല. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണെങ്കിൽ പെട്ടെന്നാകും. നമ്മുടെ മുറി തവി കണ്ടാപ്പയാണ്, ഞാൻ കളഞ്ഞിട്ടില്ല എപ്പോഴും. ഇതൊക്കെ ഭയങ്കര നൊസ്റ്റുമാണ് എനിക്ക് എപ്പോഴും. ഇത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വേറെ ഇഷ്ടംപോലെ കണ്ണാപ്പയുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഇവനോടൊക്കെ എനിക്കൊരു സ്നേഹമാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അപ്പോൾ ഇതൊന്ന് വാടിക്കഴിഞ്ഞു. സോ കൂടുതൽ സമയം ഇട്ടാൽ ഇതിൻ്റെ നിറം പോകും. നമ്മളെടുക്കും, ഇത്രയും മതി. അതിൻ്റെ ഒരു പച്ചയൊക്കെ മാറും, പച്ച ചുവ എല്ലാം പോയിട്ടൊന്ന് ബ്ലാൻച്ച്ഡായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് തണുത്തിട്ട് ഞാനിതൊന്ന് പ്യൂറി ചെയ്തെടുക്കും. പ്യൂറി മീൻസ് അരച്ച് നല്ല ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കും. അപ്പോൾ ഇത് ഒരു സൈഡിലിരിക്കട്ടെ. പാത്രം ചൂടായി. ഇതേ നോക്കിക്കോളൂ, നെയ്യിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, ആ താളിപ്പ് കാര്യങ്ങളൊക്കെ ഗീയിലാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോ 2 ഇഷ്ടമുള്ളത് ചേർക്കും. നെയ്യ് ഈസ് വെരി ഹെൽത്തി. എണ്ണയെക്കാട്ടിലും ഹെൽത്തിയാണ് നെയ്യ് ആക്ച്വലി പറഞ്ഞാൽ. നെയ്യ് ഇങ്ങനെ നല്ല ചൂടായി കഴിഞ്ഞു. നെയ്യ് നല്ല ചൂടായി. ഒരു 3/4 ടീസ്പൂണോളം നല്ല ജീരകം ചേർക്കുക, അതാണ് മെയിൻ ഫ്ലേവർ. ഗാർലിക്, ഇത് 5-6 അല്ലി വിത്ത് സ്കിന്ന് ഞാൻ ചതച്ചെടുത്താണ്. ക്രഷ്ഡ് എന്ന് തന്നെ പറയാം. എന്താ വേണം, മൈ ഗോഡ്. നെയ്യിൽ ജീരകവും വെളുത്തുള്ളിയും മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്, രുചിയുടെ മണം. ഇതിലേക്ക് പച്ചമുളക് കൂടെ ചേർക്കാം. ഇനി കുറച്ച് പൊട്ടലൊക്കെ ഉണ്ടാവും. ഇതിലേക്ക് സവാള ചേർക്കാം. എല്ലാം പാകത്തിന് മൂക്കുന്നതിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആ ഗാർലിക് കളർ മാറി തുടങ്ങി, ചെറിയൊരു ഗോൾഡനായി കഴിഞ്ഞു. ജീരകം അതുപോലെ. ഹലോ, ഹായ് പറയൂ. ഉമ്മ കൊടുത്തോ?
ഐ ലവ് യു. ലവ് 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 എങ്ങനെയാ? I love you. പുളിയെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര മൂഡ് മാറി വരുന്നൊക്കെയുണ്ടായ. ഓ നോ. അപ്പോൾ ഇനി ഇത് ഉള്ളിയുടെ നിറം ഒന്ന് മാറണം. കുടുംബോള് സ്ഥലം വിട്ടു. യാ, കുളി കഴിഞ്ഞിട്ടൊരു എത്തിനോട്ടത്തിന് വന്നാണ് ഇവിടെ. നമ്മുടെ പാലക്കിനെ ബ്ലാൻഡ് ചെയ്ത പാലക്ക് ഞാൻ പ്യൂറിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ. ഓക്കെ, അതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ നമ്മൾ രുചിയോടൊപ്പം തന്നെ ഹെൽത്തി വേർഷനും കൂടി ആക്കുകയാണ്. പയറെന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് പ്രോട്ടീൻ. പാലക്ക് പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഗ്രീൻ അല്ലാതെ നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ പിന്നെ എണ്ണയെക്കാട്ടിലും നല്ലതാണ് നെയ്യ്. പിന്നെ അതിൻ്റെ അളവൊക്കെ നമുക്ക് കുറച്ചിപ്പോൾ 1.5 സ്പൂണിലും 1.5 ടീസ്പൂണിലും നമുക്ക് ചെയ്യാം, 1.5 ടേബിൾ സ്പൂണിലും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻസ്, ഫാമിലി മെമ്പേഴ്സിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് കസ്റ്റമൈസ്ഡാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ പറയുന്ന ഒരു കാര്യത്തിനും ജനറൽ റൂൾസ് അങ്ങനെയല്ല. ഞാൻ എന്ത് പറഞ്ഞാലും അത് എപ്പോഴും ഫ്ലെക്സിബിളാണ്. എണ്ണയുടെ അളവാണെങ്കിലും നെയ്യുടെ അളവാണെങ്കിലും മുളക്, ഉപ്പ് എല്ലാം അത് പ്രത്യേകിച്ച് പറയേണ്ടത്. ഞാനൊരു ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്കതനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളി ഇളക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പാലക്ക് അരച്ചെടുത്തു. അപ്പോൾ സംഭവം റെഡി ആയിരിക്കുന്നു. അതായത് ഉള്ളിയുടെ കളറെല്ലാം മാറി ഗോൾഡൻ ബ്രൗൺ ആകുന്നു. പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, അങ്ങനെ ഒരുപാട് മസാലകളും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ, പക്ഷേ ഫ്ലേവർ ഈസ് വെരി ഗുഡ്. കാണുന്നുണ്ടല്ലോ, ഒരു ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് പയർ വേവിച്ച് ഞാൻ ഉടച്ചൊന്നുമില്ല, അതുപോലെ ഇരിക്കുവാണ്. ഇനി നമുക്ക് ഉടയ്ക്കാം. ഇത് 1 കപ്പ് ചെറുപയർ വെള്ളത്തിൽ കുതിർത്തിട്ട് 3 വിസിൽ കുക്കർ. അപ്പോൾ ഇത്ര വെന്ത് കിട്ടും. ഓക്കെ, ചില പേസ്റ്റ് ആകുന്നതാണ് നല്ലത്. ഇതൊക്കെ എക്സ്പെരിമെൻറ്റ്സാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കാരണം ഇത് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലും ചെയ്യാം, സൗത്ത് ഇന്ത്യൻ ആക്കുകയും ചെയ്യാം. കണ്ടോ, ഇപ്പോൾ കുറച്ചൊരു സീത കളർ ഇത് ഒരു ഇതല്ലേ കുഴഞ്ഞു വരുന്നു. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചത്, അപ്പോൾ കുറച്ച് ഉപ്പുണ്ട് ഇതിനകത്ത്. നമുക്ക് ലാസ്റ്റ് ഉപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഏകദേശം ഒരു കപ്പിൽ കൂടുതൽ ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. 1.25 കപ്പ് എന്ന് പറയാം. നല്ലതായിട്ടൊന്ന് തിള വരട്ടെ. ഇപ്പം നോക്കിക്കോളൂ, നല്ല അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ എരിവും മറ്റേ ഫ്ലേവേഴ്സ് എല്ലാം പയറിൽ ചേർന്ന് കഴിഞ്ഞു. ഓക്കെ, തീ ഒന്ന് കുറയ്ക്കട്ടെ. ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കും പാലക്ക് മിക്സ് ചേർക്കാം. യെസ്, അതിൻ്റെ കളറ് മതി നോക്കിയേ. ഓ ബ്യൂട്ടിഫുൾ. പിന്നെ ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. സോ ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ. പാലക് ഗ്രീൻ ഗ്രാം ഇസ് ഓൾമോസ്റ്റ് റെഡി. ഓക്കെ, എത്ര ചാറ് വേണം അതനുസരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. തിള വരട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കേണ്ടി വരും. നീഡ് സം മോർ സോൾട്ട്. കുറച്ച് ഉപ്പും കൂടി വേണം. എരിവെല്ലാം ആവശ്യത്തിനുണ്ട്. 3 പച്ചമുളക് ധാരാളം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് ഈ ഒരു പച്ച നിറം നമ്മൾ കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഗ്രീൻ. പാകത്തിന് ഉപ്പായിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഫാക്ടറും കൂടി ഉണ്ട്, ദാറ്റ് ഇസ് ടൊമാറ്റോസ്. ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ഒരു വലിയ ടൊമാറ്റോ ഇടാം. അതവിടെ ഇങ്ങനെ കിടക്കും. ഓക്കെ, അത് കാണുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് കിട്ടില്ലേ? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് വാടി വന്നാൽ മതി. തിള വന്നിട്ടില്ല, തിളക്കട്ടെ. എത്ര മനോഹരമായ വിഭവം അല്ലേ! നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് തന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. സാധാരണ ചെറുപയർ വെച്ചിട്ട് അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കുറവാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇച്ചിരി കസൂരി മെത്തി ചേർക്കാൻ പോവാണ്. ഫ്രഷ് ക്രീം ചേർക്കുകയാണെങ്കിൽ കസൂരി മെത്തി നല്ല കോംബോ ആണ്. വേണമെങ്കിൽ ഗരം മസാല പൗഡറും വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതൊന്നും വേണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആക്കണമെങ്കിൽ ഇതിൽ വേറെ ഒന്നും വേണ്ട, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. പക്ഷേ കളർ കുറച്ചുകൂടെ ലൈറ്റർ ആകും. അതല്ല ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു പാറ്റേൺ. നല്ല ഹെൽത്തി ചപ്പാത്തിക്കും
പിന്നെന്താ പറയുക, നമ്മൾ പൊറോട്ടയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനും ഓക്കെയാണ്. പിന്നെ റൈസ് ഐറ്റംസിൻ്റെ കൂടെയും കഴിക്കാമല്ലോ, നല്ല വൈറ്റ് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിരിക്കും. എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. സാധാരണ എല്ലാവരും ചെറുപയർ, നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യൻസൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ പരിപ്പ് കറി, പരിപ്പടച്ചത്, എരിശ്ശേരി അങ്ങനെയൊക്കെ ചെയ്യില്ലേ, മത്തൻ എരിശ്ശേരി അതിലൊക്കെ ചേർക്കും. പക്ഷേ ഇതിങ്ങനെ ചെയ്ത് നോക്കൂ, നല്ല വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ എല്ലാം ഓക്കെയാണ്. അപ്പോൾ തള വന്നു കഴിയുമ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒന്ന് വാടി വരും. അപ്പം ചെറിയൊരു പുളിയും കൂടി അപ്പം കിട്ടും, ചെറുതായിട്ട് സട്ടിലായിട്ട്. കസൂരി മെത്തി ചേർക്കാമെന്ന് വിചാരിക്കുന്നു, നല്ലൊരു രസമായിരിക്കും. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളർ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു കാരണവശാലും ചേർക്കണ്ട, ചേർത്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ നമുക്ക് കിട്ടില്ല. ഞാൻ ഇച്ചിരി നോക്കിക്കോളൂ, ദിസ് ഇസ് കസൂരി മെത്തി പൗഡർ. ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ എന്താണെങ്കിലും കുഴപ്പമില്ല, ചേർത്താൽ ഇത് വേറെ ലെവലിലേക്ക് പോകും ഡിഷ്. ചാറ് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നു. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഓപ്ഷണലാണ്. ഈ കസൂരി മേത്തി ആണെങ്കിലും ഗരം മസാല ആണെങ്കിലും വേണമെങ്കിൽ ചേർക്കുക, വേണമെങ്കിൽ ചേർക്കണ്ട. നല്ല നെയ്യുടെ ആ ഒരു ഫ്ലേവറിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാനൊരല്പം തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അത് നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഈ പീസസൊക്കെ കുറച്ചുകൂടി ഒന്ന് വെന്ത അതിനകത്തേക്ക് വാടിച്ചേർന്നോളും. ഒരുപാട് അങ്ങോട്ട് വെന്ത് മാഷാവണ്ട, എങ്കിലും ആവശ്യത്തിന്. ടൊമാറ്റോയുടെ ആ ഒരു ചെറിയൊരു സാർനെസ് കിട്ടണമല്ലോ. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. You want to come? Say, another curry Mama is making. കൊള്ളാമോ മുന്നേ? What color? Green color. Wow, nice. അമ്മ സെർവ് ചെയ്യട്ടെ പാത്രത്തിലോട്ട്. ചൂടായതുകൊണ്ട് ഊതുവാണ്. My God, nice green color. See? Yucky. No. Yucky. No, 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 no. Yucky. No, baby. Yucky green. No. Yucky green. Podo likes green? Yeah. Soup. Soup allada makkale. Soup ado. Green soup. It's not green soup, it's a green curry. Okay. No, yummy soup. Yummy soup. Okay. Soup. Amma pudu same pink. Alle. Pinky pink. Yeah. Okay. Oh, soup. Yeah, soup. Soupy. Pudunde jara soup ennu parayunne. Soupy. Okay. Finished. Okay. Yummy soup. Yummy soup. Okay, baba. ഇവിടെ വെക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കാൻ പോവാണ്. വാവ്, ഇതിങ്ങനെ മെൽറ്റായി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും. സോ ബ്യൂട്ടിഫുൾ, സോ യമ്മി. ഒരല്പം നെയ്യും കൂടി ഞാൻ മുകളിലായിട്ട് ഇങ്ങനെ ഇടാൻ പോവാണ്. ഇതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് ആ നെയ്യും മെൽറ്റായി. ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞോളൂ നെയ്യ്. ദാറ്റ്സ് ഓൾ. എല്ലാം ഇങ്ങനെ മെൽറ്റായി നല്ല റിച്ചായിട്ട് വരും. ഓക്കെ, നമ്മുടെ പാലക് ഗ്രാം എന്നാണ് ഞാൻ പേരിട്ടത്. പാലക് ഗ്രാം ഈസ് റെഡി. റൈസിൻ്റെ കൂടെ അത് കോമ്പിനേഷൻ വൈറ്റ് റൈസും കാണിച്ചു തരാം കേട്ടോ. വൈറ്റ് റൈസും അതിങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് മാത്രം മതി കഴിക്കാൻ. ചപ്പാത്തിക്കും ബെസ്റ്റാണ്, പക്ഷേ ഞാൻ ഈ ഒരു കോമ്പിനേഷനിൽ കാണിച്ചു തരാം. ഓക്കെ, പ്ലേറ്റ് എടുത്തു. യെസ്, ഞാൻ വൈറ്റ് റൈസ് ഒരു ബൗളിൽ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഈസിയായി. ഓക്കെ, വാവ്. പിന്നെ അത് വളരെ ഇൻഡൾജ് ചെയ്ത് ഇരിക്കുന്തോറും അത് കുറുകിയൊക്കെ കൊണ്ട് നല്ല ഇതായിട്ടിരിക്കണം. അപ്പോൾ ഇച്ചിരി ലൂസായിട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇപ്പോൾ ഗ്രീൻ കളർ ഒന്നും മങ്ങും കേട്ടോ, കാര്യം അതിപ്പോൾ ഞാൻ ആ ക്രീമുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ്. വാവ്, നോക്കേ, വൈറ്റ് റൈസും അതിൻ്റെ കൂടെ നമ്മുടെ പാലക് ഗ്രാം. ബ്യൂട്ടിഫുൾ, രക്ഷയില്ലാത്തൊരു കോമ്പിനേഷനാണ്.
നോക്കൂ, ഇത്രയും ഞാൻ കഴിക്കുന്നില്ല, അത് വേസ്റ്റായി പോയില്ലേ. അതിന് ഇച്ചിരി ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് കഴിച്ച് കാണിക്കാം. ഓക്കെ, ഒരല്പം എടുക്കട്ടെ. വാവ്, പോർഷൻ ഓഫ് ദ റൈസ് ആൻഡ് നമ്മുടെ പാലക്ക. എൻ്റെ അമ്മോ, കാണുമ്പോൾ തന്നെ അറിയില്ല എന്താ ടേസ്റ്റ്. ടു ഗുഡ്. രക്ഷയില്ല. ആ കസൂരി മേത്തിയുടെ ടേസ്റ്റൊക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ട്, നല്ലതായിട്ട് സൂട്ടാവുന്നുണ്ട് ഇതിന്. പിന്നെ നെയ്യുടെ ടേസ്റ്റും കുറച്ച് ആ ക്രീമും. വെജിറ്റേറിയൻസിനിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, നോ ഡൗട്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കേട്ടോ. സീരിയസ് ആയിട്ട് പറയാം, ഞാൻ വെറുതെ പറയുന്നല്ല. ഇത് എക്സലൻ്റ് ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ സൈഡ് ഡിഷാണ്. ഞാനിപ്പോൾ ഒരു ചേഞ്ചിന് റൈസിനൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലതായിരിക്കും, വെരി ഹെൽത്തി ഓൾസോ. നമ്മുടെ ചെറുപയർ കൊണ്ട് എത്ര മനോഹരമായ എക്സോട്ടിക് ഡിഷസ് നമുക്ക് ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ. ടു ഗുഡ്. അയ്യോ, ഭയങ്കര ടേസ്റ്റാണ്. മസ്റ്ററാണ്. സന്തോഷമായി എനിക്ക്. ഞാൻ ഭയങ്കര എക്സ്പെരിമെൻറ്റ്സിൻ്റെ ആളാണ് പണ്ട് തൊട്ട്. മാജിക് ഓവനിൽ എത്ര വർഷം, നമ്മളൊരു 26 വർഷമായിട്ട് എക്സ്പെരിമെൻ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആക്ച്വലി വ്ളോഗ്സിൽ ഞാൻ കുറേ മാജിക് ഓവൻ്റെ പഴയ റെസിപ്പീസൊക്കെ കാണിക്കാറുണ്ട്. ന്യൂ കണ്ടുപിടുത്തങ്ങൾ കുറവാണ് നമ്മുടെ വ്ളോഗ്സിന് വേണ്ടി. ഞാൻ എൻ്റെ തന്നെ ട്രൈഡ് ഔട്ട് റെസിപ്പീസാണ് ഞാൻ കൂടുതലും കാണിക്കുന്നത്. പക്ഷേ മാജിക് ഓവൻ ചെയ്യുമ്പോൾ അതിനെപ്പോഴും പുതുത് തന്നെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കാൻ എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി ഞാൻ കൂടുതൽ കണ്ടുപിടിച്ചിട്ടൊക്കെ റിസർച്ചൊക്കെ ചെയ്ത് എന്തെങ്കിലും ചെയ്തൊക്കെ നോക്കി എൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന പോലെയുള്ള ഇംപ്രവൈസേഷൻസും ഇങ്ങനെ ഓരോ കോമ്പിനേഷൻസ്. ഇത് പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് കണ്ടുപിടിച്ച ഒരു സൈഡ് ഡിഷാണ്. ഇറ്റ്സ് വെരി നൈസ്. ഐ എം വെരി ഹാപ്പി. എനിക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. വേറെ ഒന്നും പറയാനില്ല, സന്തോഷം മാത്രം. ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.